പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. മാറാനാത്ത ധ്യാന കേന്ദ്രത്തിൻ്റെ യൂട്യൂബ് ചാനലിലൂടെ വചന ശുശ്രൂഷയിൽ പങ്കുചേരുന്ന എല്ലാവർക്കും ഏറെ സ്നേഹത്തോടെ, ഏറെ ബഹുമാനത്തോടെ ദൈവനാമത്തിൽ നന്ദി അറിയിക്കുന്നു. ഒപ്പം തന്നെ അവരെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ക്രിസ്തുയേശുവിൻ്റെ സ്നേഹവും അവിടുത്തെ സമാധാനവും നമ്മളെല്ലാവരും കൂടെ വസിക്കുമാറാകട്ടെ. നമ്മൾ ഈ ദിവസങ്ങളിൽ ധ്യാനിച്ചു വരുന്നത് സ്ത്രീ പുരുഷ സമത്വത്തെക്കുറിച്ചോ, അല്ലെങ്കിൽ ദൈവം അവരെ സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചു, അവരൊറ്റ ശരീരമാണ്, ഒന്നാണ് എന്ന വിഷയത്തെ ഊന്നിക്കൊണ്ടാണ് അതിനെ ആസ്പദമാക്കിയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ട് നിർത്തിയ ഭാഗം, ആരും ഒരു പുരുഷനും തൻ്റെ ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ എന്ന് ആണ് നമ്മൾ പറഞ്ഞു വെച്ചത്. ഇപ്പോൾ നമ്മൾ വായിച്ച അല്ലെങ്കിൽ ധ്യാനിച്ചു വരുന്ന ഭാഗം എഫേസ്യസുകാരുടെ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 22 മുതൽ വാക്യങ്ങളാണ്. അതിൻ്റെ 30-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, എന്തെന്നാൽ നാം അവൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. ഇതാണ് കാരണം. ഭാര്യ ഭർത്താവ് ബന്ധത്തിൽ ഭർത്താവ് സ്വന്തം ശരീരത്തെ പോലെ ഭാര്യയുടെ ശരീരത്തെ ബഹുമാനിക്കണമെന്നും സ്നേഹിക്കണമെന്നും, ഭാര്യ ഭർത്താക്കന്മാർ അല്ലെങ്കിൽ സ്ത്രീ പുരുഷ ബന്ധത്തിൽ വലിപ്പച്ചെറുപ്പമില്ല എന്നൊക്കെ പറയുന്നതിൻ്റെ കാരണം, ക്രിസ്തുവിൽ നമുക്ക് വലിപ്പച്ചെറുപ്പമില്ലാത്തതിൻ്റെ പോലെ തന്നെയാണ് നാം അവൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. ക്രിസ്തുവിൽ നമുക്ക് വലുതെന്നോ ചെറുതെന്നോ വ്യത്യാസമില്ലാതെ ക്രിസ്തു ഒരേ സ്വാതന്ത്ര്യം നമുക്ക് നൽകിയിരിക്കുന്നത് കൊണ്ട് നാം അവൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാകയാൽ നാമും വേർതിരിവ് കാണിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പ്രിയമുള്ളവർ, വീണ്ടും ഒരു വചനം കൂടി നിങ്ങളോട് പറയട്ടെ. 1 കൊരിന്ത്യർ 11:3 ഇപ്രകാരമാണ് എഴുതി വച്ചിരിക്കുന്നത്: പുരുഷൻ്റെ ശിരസ് ക്രിസ്തുവും സ്ത്രീയുടെ ശിരസ് ഭർത്താവും ക്രിസ്തുവിൻ്റെ ശിരസ് ദൈവവുമാണെന്ന് നിങ്ങൾ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പൗലോസ് വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, ഒരു ഘടന, ഒരു ചങ്ങല പോലെ ആണ്. പുരുഷൻ്റെ ശിരസ് ക്രിസ്തു, സ്ത്രീയുടെ ശിരസ് ഭർത്താവ്, ക്രിസ്തുവിൻ്റെ ശിരസ് ദൈവം. ഹല്ലേലൂയ! അത് നമ്മൾ അറിഞ്ഞിരിക്കണമെന്ന്. അപ്പോൾ ദൈവത്തിൽ നിന്നാണ് ഈ ബന്ധം താഴേക്ക് വരുന്നത്. അപ്പോൾ ഈ ബന്ധത്തിന് എവിടെയെങ്കിലും ഏതെങ്കിലും വിധത്തിലുള്ള കോട്ടമുണ്ടായാൽ, ഏതെങ്കിലും തരത്തിലുള്ള വേർതിരിവുണ്ടായാൽ ദൈവവുമായിട്ടുള്ള ബന്ധമാണ് മുറിയുന്നത്. ക്രിസ്തു തൻ്റെ പിതാവായ ദൈവവുമായിട്ടുള്ള ബന്ധം മുറിക്കാൻ ഒരിക്കലും പരിശ്രമിച്ചിട്ടില്ല. നമ്മളോടും പറഞ്ഞു, ഞാൻ പിതാവിൻ്റെ അടുക്കലേക്കാണ് പോകുന്നത്, നിങ്ങൾ എന്നെ അനുഗമിക്കുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ അനുസരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ വഴി പിതാവിൻ്റെ സന്നിധിയിൽ എത്താമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് പിതാവ് ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം മുറിച്ചിട്ടില്ല, ക്രിസ്തു വഴി നമ്മുടെയും ബന്ധം മുറിച്ചിട്ടില്ല. ഇസ്രായേൽക്കാരുടെ മാത്രമല്ല അവിടെ ഉദ്ദേശിച്ച ദൈവം സകല മനുഷ്യരുടെയും. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, എഫേസ്യസുകാരുടെ ലേഖനത്തിലെ പറയുന്നത്, അവൻ നമ്മുടെ സമാധാനമാണ്, അവൻ ഇരുകൂട്ടരെയും ഒന്നിപ്പിക്കുവാൻ വേണ്ടി മധ്യത്തിലിറങ്ങിയെന്ന്. ഇരുകൂട്ടരെയും, വിജാതീയരെയും സ്വജാതീയരെയും എല്ലാവരെയും, ആണെന്നോ, ഗലാത്യ ലേഖനത്തിൽ പറഞ്ഞാൽ ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ സകലർക്കും സ്വാതന്ത്ര്യം നൽകിയിരിക്കുകയാണ് ക്രിസ്തുവിലൂടെ. ഇത് അവൻ്റെ ശരീരത്തിലെ അവയവങ്ങളായതുകൊണ്ടാണ് എന്ന് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ ഘടന നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുത്. തലയും ഉടലും പോലുള്ള ബന്ധമാണ് ഭാര്യ ഭർത്തൃബന്ധം. ഇന്നത്തെ ശുശ്രൂഷയുടെ ഒരു ഹെഡിങ് പോലെ നിങ്ങളുടെ മനസ്സിലത് സൂക്ഷിക്കണം. തലയും ഉടലും പോലെയുള്ള ബന്ധമാണ് ഭാര്യ ഭർത്തൃബന്ധം. അല്ലാതെ പ്രിയമുള്ളവരെ, യജമാനനും ദാസിയും എന്നതുപോലുള്ള ഒരു ബന്ധമല്ല. ശ്രദ്ധിച്ച് കേട്ടോളണം. തലയും ഉടലും പോലെയുള്ള ബന്ധമാണ് ഭാര്യ ഭർത്തൃബന്ധം. അല്ലാതെ ഒരിക്കലും യജമാനനും ദാസിയും എന്നതുപോലുള്ള ബന്ധമല്ലത്. അറിവില്ലാത്ത കാരണന്മാരൊക്കെ ഒരുപക്ഷെ പഴയകാലത്തൊക്കെ അങ്ങനെ
പ്രവർത്തിച്ചിരുന്നിരിക്കാം. അറിവില്ലാത്ത സ്ത്രീകൾ ഒരുപക്ഷെ തങ്ങളുടെ ജീവിത പങ്കാളിക്ക് അങ്ങനെയുള്ള സ്വാതന്ത്ര്യവും കൊടുത്തിരുന്നിരിക്കാം. പക്ഷേ ഇന്നത്തെ കാലത്ത് പണ്ടത്തെ പോലെ കാർന്നന്മാരെ പോലെയല്ല ഇപ്പോഴത്തെ തലമുറ. പിള്ളേരിൽ നിന്നും പറഞ്ഞ് ബഹളം ഉണ്ടാക്കാൻ നിന്നാൽ ഇപ്പോഴത്തെ പിള്ളേരെ കിട്ടില്ല. പണ്ടത്തെ പോലെയുള്ള അമ്മമാരുടെ ഭവ്യതയും അമ്മമാരുടെ ബഹുമാനവും അമ്മമാരുടെ സ്നേഹമൊന്നും ഇപ്പോഴത്തെ കുട്ടികൾക്കില്ല എന്ന് പള്ളിയിലച്ഛൻ 1000 വട്ടം വിളിച്ചു പറഞ്ഞാലും കിട്ടാൻ പോകുന്നില്ല. കാരണം അത് ഞാൻ നേരത്തെ പറഞ്ഞ കഴിഞ്ഞ ദിവസത്തെ ശുശ്രൂഷയിൽ പറഞ്ഞ പോലെ, ആ സഹോദരി പറഞ്ഞ പോലെയാണ്. ഞങ്ങൾക്ക് മാത്രം, എനിക്ക് മാത്രം, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് മാത്രം എന്തുകൊണ്ട് ഇതില്ല? അതുകൊണ്ട് ഞങ്ങൾ തന്നെ ഞങ്ങളുടെ സ്വാതന്ത്ര്യം ഞങ്ങൾ എടുക്കും. അതിന് ഞങ്ങൾക്ക് ദൈവത്തിൻ്റെ കൂട്ട് വേണ്ട, ഒരു പുരോഹിതൻ്റെ കൂട്ട് വേണ്ട, ഒരു ശാന്തിക്കാരൻ്റെ കൂട്ട് വേണ്ട, ഒരു മുക്രിയുടെയും മുല്ലാക്കാരുടെയും കൂട്ടൊന്നും വേണ്ട. ഞങ്ങൾ തന്നെ ഞങ്ങളുടെ സ്വാതന്ത്ര്യം ഞങ്ങളത് എടുത്തുകൊള്ളും, ഞങ്ങളെടുക്കും എന്ന ഒരു തീവ്ര പരിശ്രമത്തിൽ പോകുന്ന ഈ തലമുറയെ ദൈവത്തോട് കൂട്ടിച്ചേർത്ത് നിർത്താൻ വേണ്ടി നാം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, അവർക്ക് ദൈവം നൽകിയിരിക്കുന്ന സ്വാതന്ത്ര്യവും ദൈവം നൽകിയിരിക്കുന്ന അധികാരവും ദൈവം നൽകിയിരിക്കുന്ന ബഹുമാനവും നമ്മുടെ ഔദാര്യമല്ല, നമ്മുടെ ഉത്തരവാദിത്തമാണെന്ന് അറിഞ്ഞുകൊണ്ട് കൊടുക്കുക. അതുകൊണ്ട് പ്രിയമുള്ളവരെ, തലയും ഉടലും പോലെയുള്ള ബന്ധമാണ് ഭാര്യ-ഭർത്തൃബന്ധം, അല്ലാതെ യജമാനും ദാസിയും എന്നതുപോലുള്ള ബന്ധമല്ല. ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ശ്രേഷ്ഠ പ്രതീകമാണ് ഭാര്യ-ഭർത്തൃബന്ധം. ശ്രദ്ധിച്ച് കേട്ടോളണം. ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ശ്രേഷ്ഠ പ്രതീകമാണ് ഭാര്യ-ഭർത്തൃബന്ധം. അതുകൊണ്ട് സ്ത്രീ പുരുഷ ബന്ധത്തെ വെറും മൃഗീയ ബന്ധമെന്ന നിലയിലേക്ക് അധപ്പതിപ്പിക്കുന്നത് എത്ര വലിയ ദൈവനിന്ദയാണ്, ദൈവദൂഷണമാണ്. ഓർത്തുകൊള്ളണം, ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ശ്രേഷ്ഠ പ്രതീകമാണ് ഭാര്യ-ഭർത്തൃബന്ധം. ഞാൻ പറഞ്ഞു, യാക്കോബായ സുറിയാനി സഭ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം പഠിപ്പിക്കുന്നത് ക്രിസ്തുവിലൂടെയാണ്. ആ ക്രിസ്തുവിലൂടെ ബന്ധം പഠിപ്പിക്കുമ്പോൾ കുർബാനയ്ക്ക് മുമ്പുള്ള പ്രഭാത പ്രാർത്ഥനയിൽ ഇങ്ങനെയാണ് പാടുന്നത്: നിർമ്മല സോനുവിനയച്ചോന മാതാതൻ സ്തുത്യൻ ശുദ്ധൻ, നിർമ്മലമാമുദരത്തിങ്കൽ താൻ ഇറങ്ങി വസിച്ചു വിശുദ്ധമായി, അവനോട് തുല്യം നാമാകാൻ നമ്മെ പോലെ അവനായി, തിരുവിഷ്ടത്താൽ നരനായി നമ്മെ തൻ പിതൃസുതരാക്കി റൂഹായോട് ബന്ധിച്ചിടാൻ. നിർമ്മല സൂനുവിനെ, പരിശുദ്ധനായ യേശുക്രിസ്തുവിനെ ലോകത്തേക്ക് മനുഷ്യവർഗത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി അയച്ച പിതാവിനെ സ്തുതിക്കാൻ യോഗ്യനാണവൻ, സ്തുതിക്കപ്പെടേണ്ടവനാണ്, സ്തുതിക്ക് യോഗ്യനാണ്. ആ താതൻ സ്തുത്യൻ ശുദ്ധനുമാണ്. നിർമ്മലമായ ഉദരത്തിലാണവൻ വന്ന് വസിച്ചത്. എന്തിനു വേണ്ടി? അവനോട് തുല്യം നാം ആകാൻ നമ്മെപ്പോലെ അവനായി. സഭാപിതാവായ വിശുദ്ധ ഐറേനിയോസ് പറയുന്നത് അങ്ങനെയാണ്: മനുഷ്യനെ ദൈവമാക്കാൻ ദൈവം മനുഷ്യനായി. അതാണ് പ്രിയമുള്ളവരെ ഇവിടെ പറഞ്ഞ ബന്ധം, ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം. ദൈവം മനുഷ്യനായി, മനുഷ്യനെ ദൈവമാക്കാൻ. കാരണം എന്താണ്? ഉൽപ്പത്തി പുസ്തകത്തിൽ സൃഷ്ടിയായ മനുഷ്യന് സാത്താൻ്റെ ചതിയിൽപ്പെട്ടു എന്ന് മനസ്സിലായപ്പോൾ ദൈവം അന്ന് തീരുമാനിച്ചു, മനുഷ്യനെ അവൻ്റെ പൂർണ്ണതയിലേക്ക് ഞാൻ നയിക്കും, ഞാൻ തിരികെ കൊണ്ടുപോരും. ക്രിസ്തുവിലൂടെ അത് യാഥാർത്ഥ്യമായി. അതുകൊണ്ട് നമുക്ക് നമ്മെപ്പോലെ അവനായി, തിരുവിഷ്ടത്താൽ നരനായി നമ്മെ താൻ പിതൃസുതരാക്കി നാം ദൈവത്തിൻ്റെ മക്കളായി തീർന്നു. ക്രിസ്തു വഴി റൂഹായോട് ബന്ധിച്ചിടാൻ പരിശുദ്ധാത്മാവിനോട് നമ്മളെ ബന്ധിച്ചിട്ടു. ഞാൻ പോകുന്നത് നല്ലതാണ്. ഞാൻ പോയി കഴിഞ്ഞാൽ നിങ്ങളെ സഹായിക്കാൻ, നിങ്ങളെ നേർവഴി നടത്താൻ കാര്യസ്ഥൻ വരും, പരിശുദ്ധാത്മാവ് വരും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ പരിശുദ്ധാത്മാവിനെ വിവാഹമെന്ന കൂദാശയിലും ആ പാട്ട് പാടുന്നുണ്ട് നമ്മൾ. ഞാൻ പോകുന്നു, ഞാൻ പോയി കഴിഞ്ഞ് ആ പരിശുദ്ധാത്മാവിനെ നിങ്ങളിലേക്ക് അയച്ചു തരും എന്ന് പറയുന്ന ഗീതമുണ്ട്. അതൊക്കെ നമുക്ക് മുന്നോട്ടുള്ള യാത്രയിൽ കൂദാശകളെക്കുറിച്ചൊക്കെ നമ്മൾ കുറേ മനസ്സിലാക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. പ്രാർത്ഥനയോടുകൂടി അതൊക്കെ നമുക്ക് നിർവഹിക്കാൻ സാധിക്കുമെന്ന് ദൈവത്തിൽ വിശ്വസിച്ച് പ്രത്യാശിച്ച് മുന്നോട്ട് പോവുകയാണ് ഞാൻ. പ്രിയമുള്ളവരെ, അതുകൊണ്ട് പറയട്ടെ, അതുകൊണ്ട് സ്ത്രീ പുരുഷ ബന്ധത്തെയും
വെറും മൃഗീയ ബന്ധമെന്ന നിലയിലേക്ക് അധപ്പതിപ്പിക്കരുത്. എന്ന് പറഞ്ഞാൽ മൃഗങ്ങൾ ഭക്ഷിക്കാനും മൃഗങ്ങൾ ലൈംഗികമായിട്ടുള്ള ആസക്തിയോടുകൂടി ബന്ധപ്പെടുന്നതൊക്കെ പോലെ ആയിരിക്കരുത്. ഭാര്യ-ഭർത്തൃ ബന്ധം ദൈവത്തിനെ മധ്യസ്ഥനായി നിർത്തിക്കൊണ്ട്, ദൈവത്തിനെ ഇടയ്ക്ക് നിർത്തിക്കൊണ്ട് ചെയ്യേണ്ട വലിയൊരു യാഥാർത്ഥ്യമുള്ള വലിയൊരു സത്യമടങ്ങിയിരിക്കുന്ന പ്രവൃത്തിയാണ്. പുരുഷൻ സ്വയം പൂർണ്ണനല്ലെന്നും സ്ത്രീയിലൂടെയാണ് പൂർത്തീകരണത്തിലെത്തുന്നതെന്നും നാം ബൈബിളിൽ നിന്ന് മനസ്സിലാക്കി. പ്രിയമുള്ളവരെ, പുരുഷൻ സ്വയം പൂർണ്ണനല്ല. സ്വയം പൂർണ്ണനായിരുന്നുവെങ്കിൽ ഏദൻ തോട്ടത്തിൽ ദൈവം അവൻ്റെ മുഖം വാടിയിരിക്കുന്നത് കാണുമായിരുന്നില്ല. ഇന്ന് ഈ കാലഘട്ടത്തിൽ പ്രിയമുള്ളവരെ, എത്രയോ ചെറുപ്പക്കാരായ പുരുഷന്മാരാണ് മനസ്സ് വേദനിച്ച് നടക്കണമെന്നറിയുമോ? കാരണം എന്നറിയുമോ? അത്യാവശ്യം വലിയ സാമ്പത്തിക ശേഷികളോ അത്യാവശ്യം ജീവിച്ചു പോകേണ്ട സർക്കാർ ജോലിയോ അല്ലെങ്കിൽ മറ്റ് ഗൾഫ് രാജ്യങ്ങളിലെ പണങ്ങളോ ജോലിയോ ഒന്നുമില്ലാത്ത സാധാരണ നാട്ടിലെ ഡ്രൈവർമാരുൾപ്പെടെയുള്ള ചെറുപ്പക്കാരൊക്കെ 35, 36, 37, 38, 40 കഴിഞ്ഞിട്ടും വിവാഹം നടക്കാതെ ഏറെ ചെറുപ്പക്കാർ സങ്കടപ്പെടുന്നുണ്ട്. ഞാനൊക്കെ ചിലപ്പോൾ ഇങ്ങനെ ഈ വിവാഹം നടക്കണം, പ്രാർത്ഥിക്കണം, ഏതെങ്കിലും ഒരു പാവപ്പെട്ട പെങ്കൊച്ചനെ മതി, ഏതെങ്കിലും ഒരു അനാഥശാലയെന്നായാലും മതി എന്നൊക്കെ ഇങ്ങനെ വന്ന് എന്നോടൊക്കെ സംസാരിക്കുമ്പോൾ ആ സങ്കടം കേൾക്കുമ്പോഴൊക്കെ ഞാൻ ചിലപ്പോഴൊക്കെ ചിന്തിച്ചിട്ടുണ്ട്, വിവാഹമെന്ന് പറയുന്നത് മാത്രമാണോ ജീവിതത്തിൻ്റെ പൂർണ്ണത? ഇവർക്കൊക്കെ എന്തുകൊണ്ട് ഒരു വിവാഹം നടന്നില്ലെങ്കിലും ഞാൻ കർത്താവിന് വേണ്ടി വേല ചെയ്തോളാം എന്ന് ചിന്തിച്ചുകൊണ്ട് ആ രീതിയിലൊക്കെ ക്രമീകരിക്കാൻ പാടില്ലെന്നൊക്കെ ഞാൻ അവരോട് പറഞ്ഞിട്ടില്ലെങ്കിലും മനസ്സിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. വിവാഹം എന്ന് പറയുന്നതല്ലല്ലോ ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ മുഴുവൻ എന്നിങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ എങ്കിൽ തന്നെ പ്രിയപ്പെട്ടവരെ, ഈ വചനം ഞാനപ്പോൾ ഓർക്കാറുണ്ട്, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. അപ്പോൾ ചോദിക്കും, ഇന്നത്തെ സന്യാസികളും ഇന്നത്തെ ദേറാക്കാരും സന്യാസ വൈദികരൊക്കെ എന്തായിരിക്കുമെന്ന്. അവരേകനല്ല, അവർക്ക് പരിശുദ്ധ പരമതൃത്വം അവരുടെ ഉള്ളിലുണ്ട്, അവർക്ക് കൂട്ടുണ്ട്, അനേകം വിശുദ്ധരുണ്ട്. ഞാൻ ഏകനായിരിക്കുന്നല്ല എന്ന് പറഞ്ഞാൽ ഈ ദൈവത്തെ അറിയാത്തവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ദൈവത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യനും ഏകനല്ല. പിന്നെ കല്യാണം കഴിക്കുന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിക്കില്ല. പൗലോസ്ലീഹ തന്നെ കൊരിന്ത്യ ലേഖനം 7-ാം അധ്യായത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, 1 കൊരിന്ത്യരിൽ, നിങ്ങൾ എന്നെപ്പോലെ ആയിരിക്കും നല്ലതാണ്. കാലം ദേ ഇവിടെ അടുത്ത് വന്നിരിക്കുകയാണ്. യേശുക്രിസ്തു ദേ ഇവിടെ തൊട്ടടുത്ത് രണ്ടാമത് വരാനായിട്ടിരിക്കുന്നു. അപ്പോൾ ഇനി കല്യാണം കഴിക്കാത്തവനെ പോലെ, ഇനി കഴിച്ചവനെ പോലെ ഒന്നും ആരും ചിന്തിക്കണ്ട, എന്നെപ്പോലെ ചിന്തിക്കാനാണ് പറയുന്നത്. നിങ്ങളുടെ അജിതേന്ദ്രിയ നിമിത്തം നിങ്ങൾക്ക് ജഡികമായിട്ടുള്ള ആ ലൈംഗിക ആസക്തികളെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ലെങ്കിൽ മാത്രം വിവാഹം കഴിക്കട്ടെ എന്നൊക്കെ പൗലോസ്ലീഹ ആ കാലത്ത് പറഞ്ഞിരുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആ സന്യാസത്തിൻ്റെയും അതുകൊണ്ട് പൗലോസ്ലീഹ തന്നെ പറയുന്നുണ്ട്, വിവാഹം ചെയ്തവൻ ഭാര്യയെ എങ്ങനെ തൃപ്തിപ്പെടുത്താമെന്ന് ചിന്തിക്കുന്നു, എന്നാൽ ഏകസ്ഥനാകട്ടെ വിവാഹം കഴിക്കാത്തവനാകട്ടെ കർത്താവിനെ എങ്ങനെ പ്രീതിപ്പെടുത്താമെന്ന് ചിന്തിക്കുന്നു. അതുകൊണ്ട് ഈ വിവാഹം വലിയൊരു പൂർണ്ണ സംഭവമാണെന്നുള്ള സങ്കടമൊന്നും വേണ്ട. ദൈവ നിശ്ചയം എന്താണോ എൻ്റെ ജീവിതത്തിൽ അത് കറക്റ്റ് സമയത്ത് നടക്കും എന്ന ഒരു വിചാരം ഉള്ളിൽ സൂക്ഷിക്കുന്നത് ഇന്നത്തെ യുവതലമുറയ്ക്ക് നല്ലതാണ്. പ്രത്യേകിച്ച് ചെറുപ്പക്കാർ അവർ കുറച്ചും കൂടി ദൈവത്തോടൊക്കെ അടുക്കുന്നത് നല്ലതാണ്. വിവാഹം വൈകുന്തോറും പല പെണ്ണുങ്ങളെയൊക്കെ പോയി കണ്ടിട്ട്, പെൺകുട്ടികളെയൊക്കെ കണ്ടു, ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ അതിൻ്റെ സാങ്കേതികമായിട്ടുള്ള തടസ്സങ്ങളൊക്കെ ഉണ്ട്, ഇനി എന്തെൻ്റെ കല്യാണം നടക്കും. ചില ചെറുപ്പക്കാരൊക്കെ ആത്മഹത്യ ചെയ്തതായിട്ട് എൻ്റെ അറിവിലുണ്ട്. ആത്മഹത്യ ചെയ്തു, കല്യാണം നടക്കുന്നില്ല, പ്രശ്നമാണ്, വീട്ടിൽ പ്രശ്നമാണ്, അതാണ് ഇതാണ് അപ്പുറയാണ്. ചേട്ടൻ നിൽക്കുമ്പോൾ തന്നെ അനിയൻ കല്യാണം കഴിച്ചു, അവനൊക്കെ കുടുംബമായി, വീട്ടിൽ തർക്കങ്ങളായി, അങ്ങനെയൊക്കെ ഒരുപാട് ഈ കുറച്ചും കൂടി ഈ ദൈവത്തെ അറിയാത്ത കുറച്ച് ആളുകൾ എപ്പോഴും ശല്യപ്പെടുത്തും. ആ ചെറുക്കൻ എന്താ പറ്റിയെന്നറിയില്ല, അവൻ കല്യാണം കഴിച്ചിട്ടില്ല, ആകെ അവൻ അങ്ങനെയാണല്ലോ ഇങ്ങനെയാണല്ലോ അപ്പുറയാണല്ലോ. ഇതൊക്കെ ഈ ലൗകികമായിട്ടുള്ള കാര്യങ്ങളാണ് വലിയ പൂർണ്ണത. ലൗകികമായിട്ടുള്ള കാര്യങ്ങളാണ് ദൈവം പൂർണ്ണതയായിട്ട് ഇങ്ങോട്ട് തന്നിരിക്കുന്നത്. അതുകൊണ്ട് സമയത്ത് പഠനം, സമയത്ത് ജീവിതം, സമയത്ത് ജോലി, സമയത്ത് വിവാഹം, സമയത്ത് മക്കളുണ്ടാകുക, ഇതൊക്കെ കഴിഞ്ഞാൽ ഇതൊന്നും നടന്നിട്ടില്ലെങ്കിൽ വലിയ നഷ്ടം സംഭവിച്ചു എന്നുള്ള രീതിയിൽ കുറേ ഈ ദൈവത്തെ അറിയാത്ത ഒരു തരം വൃത്തികെട്ട സ്വഭാവം എന്നൊക്കെ വേണമെങ്കിൽ പറയാം
അങ്ങനെ പറയാൻ പാടില്ലെങ്കിലും അത്തരം കുറേ ആളുകൾ എപ്പോഴും ഈ മനുഷ്യനെ ദൈവിക സമാധാനത്തിൽ നിന്നും ദൈവിക പദ്ധതിയിൽ നിന്നൊക്കെ അകറ്റാറുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ചെറുപ്പക്കാരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് 40 വയസ്സായിക്കോട്ടെ, ഇനി 50 വയസ്സായിക്കോട്ടെ, ദൈവം വിവാഹം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് നടന്നിരിക്കും. നിങ്ങൾ ആ സമയം കൊണ്ട് എന്തെങ്കിലുമൊക്കെ നന്മ കാര്യങ്ങൾ ചെയ്യുക. എന്തോരം ആളുകൾ കഷ്ടപ്പെടുന്നു, എന്തോരം ആളുകൾ ബുദ്ധിമുട്ടുന്നു, എന്തോരം ആളുകൾ കുളിക്കാതെ കിടക്കുന്നു, എന്തോരം അലക്കാതെ കിടക്കുന്നു, എത്രയോ ആളുകൾ തെരുവിൽ നടക്കുന്നു. കഴിഞ്ഞ 30 വർഷമായിട്ട് ഞാൻ തെരുവിലൂടെ അലഞ്ഞു നടക്കുന്ന ആളുകളെ ശുശ്രൂഷിക്കുന്ന ജോലി ഇന്നുവരെയും ഒരു യാക്കോബറ്റുകാരനൊരു ചെറുപ്പക്കാരനെയും ഞാൻ സഭ പറയുന്നതല്ല, ഇവിടെ കണ്ടിട്ടില്ല ശുശ്രൂഷിക്കാൻ. പ്രാർത്ഥന ചോദിച്ച് വരാറുണ്ട്, ഒരു ധ്യാനം കൂടാൻ വരാമെന്ന് ചോദിച്ചാൽ കാണാറില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പുരുഷൻ സ്വയം പൂർണ്ണനല്ലെന്നും സ്ത്രീയിലൂടെയാണ് പൂർത്തീകരണത്തിലെത്തുന്നതെന്നും നമ്മൾ ബൈബിളിൽ നിന്ന് മനസ്സിലാക്കി. അത് മനസ്സിലാക്കി വിവാഹത്തിലേക്ക്, ഈ വിവാഹം കഴിച്ചവരെല്ലാവരും പ്രിയമുള്ളവരെ ദൈവകൃപയാൽ ഒന്ന് തിരിഞ്ഞു വരാൻ ശ്രമിക്കുക. ഇനി ആരെങ്കിലും ഈ കേൾക്കുന്ന വചനം കേൾക്കുന്ന ആരെങ്കിലും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, തോബിതിൻ്റെ പുസ്തകം, പഴയ നിയമത്തിൽ തോബിതിൻ്റെ പുസ്തകം 4-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന പോലെ, സ്വർഗത്തിലെ ദൈവമേ, ഞാനിവളെ വിവാഹം കഴിച്ചിരിക്കുന്നത് ജഡീക താല്പര്യങ്ങൾ മുൻനിർത്തിയല്ല, നിഷ്കളങ്കമായ പ്രേമത്താലാണെന്ന് പറയാൻ തക്കവണ്ണമുള്ള ഒരു സ്ത്രീയെ വിവാഹം കഴിക്കാൻ, ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ ഒരു യുവാവിൻ്റെ മനസ്സിൽ വരണം, ഞാൻ നിഷ്കളങ്കമായ പ്രേമം ദൈവത്തോടുള്ള ബന്ധത്തിൽ കൊടുത്തിട്ടാണോ പോകുന്നതെന്ന്. കല്യാണം വൈകിയതുകൊണ്ട് പ്രശ്നമാക്കണ്ട, ഇങ്ങനെ ചെന്നാൽ കല്യാണം എളുപ്പത്തിൽ നടക്കും. അതുകൊണ്ട് ഒരിക്കൽ കൂടെ പറയുകയാണ്, മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് ദൈവത്തിൻ്റെ സദൃശ്യത്തിലാണ്. ഈ സാദൃശ്യം പുരുഷനെപ്പോലെ തന്നെ സ്ത്രീയും വഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അല്ല പ്രിയമുള്ളവരെ, അതുകൊണ്ട് കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്, നമ്മുടെ വിഷയം ഇതാണ്, അവരാണും പെണ്ണുമായി സൃഷ്ടിക്കപ്പെട്ടു. പുരുഷനെപ്പോലെ തന്നെ സ്വാതന്ത്ര്യവും, പുരുഷനെപ്പോലെ തന്നെ അധികാരവും, പുരുഷനെപ്പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ദൈവം സ്ത്രീക്ക് അനുവദിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇന്നിവിടെ ഈ ശുശ്രൂഷ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ, തുടർന്ന് നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിൽ കേൾക്കാൻ പോകുന്നത് ഇതിൻ്റെ കുറച്ചും കൂടി ഭാഗമാണ്. അത് വിഷയം മാറിയാണ്. എന്താണ്? പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ക്രിസ്തുവിനോടുകൂടെയും ക്രിസ്തുവിന് മുമ്പും ദൈവത്തോടുള്ള ബന്ധത്തിൽ, ദൈവത്തോടുള്ള സ്നേഹത്തിൽ, ദൈവജനത്തെ സ്നേഹിച്ച് ധീരമായ പ്രവർത്തികളിൽ ഏർപ്പെട്ടിരുന്ന സ്ത്രീകളെക്കുറിച്ചാണ് ഇനി അടുത്ത എപ്പിസോഡുകളിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത്. പ്രിയമുള്ളവരെ, ഈ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇത് നിങ്ങളൊരു തമാശയായിട്ടോ അല്ലെങ്കിൽ ഇതിനെ ഒരു ഗൗരവമില്ലാതെയോ കാണരുത്. ഇതൊരു പക്ഷേ നമ്മുടെ ലാസ്റ്റ് വണ്ടിയായിരിക്കാം. ഇനി ദൈവസന്നിധിയിലേക്ക്, പിതാവിൻ്റെ അടുക്കിലേക്ക് എത്താൻ വേറെ വണ്ടിയില്ല എന്ന് യേശുക്രിസ്തു പറഞ്ഞതുപോലെ, വേറെ വണ്ടിയില്ല എന്ന് യേശുക്രിസ്തു പറഞ്ഞല്ലോ, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ സന്നിധിയിലേക്ക് എത്തുന്നില്ല. പലരും പറയുന്നുണ്ട് വേറെ വണ്ടികളുണ്ട്, ഇനിയും വന്നിട്ടുണ്ടോ എന്ന്. വണ്ടികളൊന്നുമില്ല. പൗലോസ്ലീഹ ധന്യം ചൊൽകട്ടെ, നീ ദേവം നിങ്ങളെ ഞങ്ങൾ അറിയിച്ചതിനെതിരായി ആരെങ്കിലും വന്ന് വാനമെനെങ്കിലും ആ ദൂതൻ അറിയിച്ചാൽ താനേൽക്കും സഭയൻ ശാപം. പലതരം ഉപദേശങ്ങളഹോ പാരിൽ മുളച്ച് പരക്കുന്നു, ദൈവത്തിൻ്റെ ഉപദേശം തൊട്ട് അവസാനിപ്പിക്കുന്നവൻ ധന്യൻ. അതുകൊണ്ട് ലാസ്റ്റ് വണ്ടി യേശുക്രിസ്തുവാണ് പ്രിയമുള്ളവരെ. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവിനെ കാത്തിരിക്കുന്ന നമ്മൾ, മാരാനാഥ, കർത്താവെ വേഗം വരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന നമ്മൾ, ക്രിസ്തു വരുന്നതിന് മുമ്പ് ലാസ്റ്റ് വണ്ടി ഇതാണെങ്കിൽ ഈ വണ്ടി കയറാതെ പോകരുത് എന്ന എളിയ അപേക്ഷയോടുകൂടി നിർത്തട്ടെ. എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് സമയം കിട്ടുന്നതനുസരിച്ചോ സമയമുണ്ടാക്കിയോ ഈ മാരാനാഥ ധ്യാന കേന്ദ്രത്തിൽ വന്ന് ഒരു ധ്യാനം കൂടുകയാണെങ്കിൽ, ഇവിടെ 3 ദിവസം താമസിച്ചുള്ള ധ്യാനമുണ്ട്, ധ്യാനത്തിൽ പങ്കെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ ഇതേക്കുറിച്ചൊക്കെ മനസ്സിലാക്കാനും ഒരു നല്ല വിശുദ്ധ ജീവിതം നയിക്കുവാനും ഭൗതികമായും ആത്മീയമായും സകലവിധ ഐശ്വര്യങ്ങളോടും അനുഗ്രഹങ്ങളോടും കൂടെ ജീവിക്കുവാൻ ദൈവം നിങ്ങൾക്ക് ഇടയാക്കി തരും. നിർത്തട്ടെ, ഒരു വാക്ക് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലൂടെ മഹത്വപ്പെടുവാൻ തക്കവണ്ണം കണ്ണുകളെ അടച്ച് മനസ്സിനെ ഏകാഗ്രമാക്കി ഒന്ന് ധ്യാനിക്കാം. കർത്താവേ, ഞങ്ങൾ കേട്ട തിരുവചനങ്ങൾ, ഞങ്ങൾ കേട്ടതനുസരിച്ചുള്ള ജീവിതത്തിൻ്റെ പൊരുളുകൾ, യാഥാർത്ഥ്യങ്ങൾ കർത്താവെ മനസ്സിലാക്കി ഞങ്ങളുടെ ജീവിതത്തെ ഈ ഭൂമിയിൽ ക്രമീകരിക്കുവാൻ ഞങ്ങൾക്ക് ആയുസ്സും ആരോഗ്യവും സമാധാനവും സ്വസ്ഥതയും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നൽവരങ്ങളാലും നിറയ്ക്കണമേ.
ചെയ്തു പോയ തെറ്റുകൾക്ക് മാപ്പ് ചോദിക്കുന്നു. തെറ്റില്ലാതെ മുൻപോട്ട് ജീവിക്കുവാൻ. അപ്പോൾ അപ്പോസ്തല പ്രവർത്തനം 17:30 ഞങ്ങൾ വായിക്കുന്നു, അജ്ഞതയുടെ കാലഘട്ടങ്ങൾ ദൈവം കണക്കിലെടുക്കുന്നില്ല, എന്നാൽ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം കൽപ്പിക്കുന്നു. അതെ നാഥ, ഇപ്പോൾ ഞാൻ അവിടുത്തെ കൽപ്പന സ്വീകരിക്കാൻ മനസ്സ് വെക്കുന്നു. കൽപ്പനയ്ക്കനുസരിച്ച് മുന്നോട്ട് പോകുവാൻ പ്രാർത്ഥിക്കുന്നതും വിശ്വസിക്കുന്നതും യാചിക്കുന്നതും ലഭിച്ചുവെന്ന് വിശ്വസിച്ചുകൊണ്ട് നാഥ, ബലഹീനനായ എന്നെ തിരുമുമ്പാകെ സമർപ്പിക്കുന്നു. എൻ്റെ കുടുംബത്തെ സമർപ്പിക്കുന്നു, എൻ്റെ സഭയെ സമർപ്പിക്കുന്നു, സമൂഹത്തെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ ദേശത്തെ, ഞങ്ങളുടെ രാജ്യത്തെ, ഞങ്ങളുടെ സംസ്ഥാനത്തെ എല്ലാറ്റിനെയും സമർപ്പിക്കുന്നു. കർത്താവേ, സ്വസ്ഥതയോടും സമാധാനത്തോടും ശാന്തിയോടും ജീവിക്കുവാൻ ഈ രാജ്യത്ത് ഞങ്ങൾക്കിടയാകാൻ തക്കവണ്ണം ഒരു നല്ല മാതൃകയുള്ള ക്രിസ്ത്യാനികളായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. നന്മകളാലും ഐശ്വര്യങ്ങൾ നിറയ്ക്കണമേ. ഞങ്ങൾ വഴി യേശുക്രിസ്തുവിൻ്റെ നാമം, പിതാവായ ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടുവാൻ ഇടയാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു. പരിശുദ്ധ അമ്മയുടെയും സകല വിശുദ്ധന്മാരുടെ ശുദ്ധിമതികളുടെയും മധ്യസ്ഥൽ അഭയപ്പെട്ടുകൊണ്ട് ചോദിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ.